ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര പദതാളം സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം പ്രണയമലരികൾ മദന പല്ലവമല്ലോ ഇവിടെ ഒഴുകുമീ മൃദുലഹരിയിൽ ആത്മമഞ്ജരിയല്ലോ ഇവിടെ വിടരും ജീവരാഗം പൊൻകിനാവിൻ പുളകമല്ലോ നിറപറ നിറയെ ശ്രീ നിറയുകയായി മംഗളമേളമിതാ നിസനിപ മൻപമരി നിസരിമപ ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം సరి నిసా మరి మసరి నిసా నిసరి మరి పమ పాప ని మగని పమరి మరి మసరి మసనిసా మరి మసరి నిసా నిసరి మరి పమ పాప మా పని ని దసని ద పమ పని సా పని పమ పని ని దసని ద పమ పని సా సా ని సరి ని సని సరి ని సని సరి ని సని సరి పారి ని స పని ని మా పప సా మణిపమరి నిసరి మప చంచలద్రుతపదతాళం సుకృతతాళం ఓ సుందరతర హరిగీతం తగీతం వధువొరుങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി എവിടെ ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം
എന്താ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു. കൊച്ചിന് ഇച്ചിരി വയ്യായ്മയൊക്കെ ഉണ്ട്, പക്ഷെ അടിപൊളിയായി. താരില്ല, അവള് പാടി കഴിഞ്ഞപ്പോ ഒക്കെ സങ്കടം വരുന്നു. അല്ല മോളെ, ഈ വയ്യായിക ഉണ്ടെന്ന് നീ പറഞ്ഞല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പാട്ട് കേട്ടിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ. ഓക്കെ, ഇനി പാട്ട് എങ്ങനെയുണ്ടായി ചോദിക്കാം. ചേച്ചി, ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാകുന്നുണ്ട് മോളുടെ വോയിസ് കുറച്ച് വീക്കാണ്. പക്ഷെ ഈ പാട്ട് ലോങ് ലൈൻസ് ആണ്, ബ്യൂട്ടിഫുൾ സോങ് ആണ്. പല കാര്യങ്ങളുണ്ട്. ഈ പാട്ട് അത്ര ഈസി ഇല്ല, എന്നാലും എത്ര ഒരു കറേജിയസ് ആയിട്ട് മോളി ഈ പാട്ട് എടുത്തിട്ട് ഞാൻ ഇന്ന് പാടി തീർക്കും. ഈ പാട്ട് പാടിയിരിക്കും കറക്റ്റായിട്ട്. അങ്ങനെ ഒരു ശ്രമം നടത്തിയല്ലേ ഇവിടെ. അത് തന്നെ അമ്മയ്ക്ക് ഒരു എന്താ പറയാ, എന്തൊരു വലിയ കൈയടി തരണ്ടേ. ഇറ്റ് വാസ് വെരി ലവ്ലി അമ്മയ. പല സ്ഥലങ്ങളിൽ എനിക്ക് പല്ലവിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. വോയിസ് കുറച്ച് വീക്കാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈ ബ്രെത്ത് കറക്റ്റായിട്ട് ലോങ് അറ്റം വരെ കിട്ടുന്നില്ല. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സംഗതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പല്ലവിയിൽ ഈ ഹരിഗീതം അല്ലേ, ഒന്ന് പാടാമോ? പിന്നെ ആദ്യത്തെ ഹമ്മിങ്ങില് എനിക്ക് തോന്നി ഒരു സ്ഥലത്തില് കുറച്ച് കുറച്ചൊന്ന് സ്ലിപ്പായി തോന്നി. കുറച്ചുകൂടി അത് അതാണോ നിസാനിയാണോ വേറെ? ഓക്കെ, ഇപ്പൊ ഒന്ന് ഒരു ക്ലാരിറ്റി കിട്ടി. എന്നാലും ഇത് കുറച്ചുകൂടി ഗ്രിപ്പ് വേണം എന്നാ. പിന്നെ ഓക്കെ, പല്ലവി. സുന്ദരതര ഹരിഗീതം. ഗീതം അത് പല സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഒന്ന് ലോ ആണല്ലേ മോൾക്ക്. കുഴപ്പമില്ല, ഒന്ന് പാടി. സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. ഓക്കെ, അതാണ്, അത് കത്തി. പിന്നെ ഈ നിന്നല്ലേ അത് പാടി വരുമ്പോ നിൻ കുമ്പിളിൽ അത് ആ ലൈനൊന്ന് പാടാമോ? പാടി വാ. ചഞ്ചല ദ്രുത പദതാളം സുകൃതതാളം. വെരി നൈസ്. സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വധുവൊരുങ്ങി പ്രിയനു. പാടിക്കോ. പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി ഇവിടെ. മതി, ഇതൊക്കെ വളരെ നന്നായി വന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ കഴിഞ്ഞിട്ടാണ്? മാധവമേ നിൻ കുമ്പിളിൽ നിന്നിന്റെ മാധവമേ നിൻ മാധവമേ നിൻ കുമ്പിളിൽ നിറയും സ്വരമെവിടെ. ഓക്കെ, അത് വരുമ്പോ ചില ഡിഫിക്കൾട്ടാണ്. ഇപ്പൊ വോയിസ് ഉള്ള സ്ഥിതിയിൽ ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. എന്നാലും പിന്നെ ഈ ചരണത്തിന്റെ അനുപല്ലവിന്റെ ഫസ്റ്റ് ലൈന് വാക്ക് വിടരുമി പ്രണയമലരികൾ മദന പല്ലവമല്ലോ. അത് മദന പല്ലവമല്ലോ. നൈസ്, വെരി നൈസ്. അനുപല്ലി നന്നായിരുന്നു കേട്ടോ. ഈ ചാലഞ്ചാണ് നമ്മുടെ നോട്ട്സ് പാടുന്നത് അല്ലേ. ആദ്യത്തെ ലൈന് പാടിക്കോ. ഒന്ന് എത്തുന്നില്ല. ഓക്കെ, അതല്ലാതെ ഇറ്റ്സ് നൈസ്. അതാണ്. പിന്നെ നമുക്ക് ദസാനിദപ്പ അല്ലേ.
ദസനിദപ്പ ദസനിദപ്പ മപനി നീ ദസനിദപ ദസനിദപ മപനി സാ പനി പ. ആ ദസനിദപ്പ ഒന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ നിസ സരി നി, അത് ആ ലാസ്റ്റ് ലൈൻ പാടി. നീ സ സരി നീ സനി സരി നീ സനി സരി നീ സനി സരി പാര നീ സ സ പാനി നി മാ പ പ സാ നി ര സനി പ മനി പ മർ മനി പ ഇതിന്റെ മരി. പ്ലേസ് അത് അതിന്റെ ഒരു പ്ലേസ്മെന്റ് കുറച്ചുകൂടി കറക്റ്റ് ആയി കിട്ടാമായിരുന്നു. ഒന്ന് ട്രൈ ചെയ്യാമോ? പാര നീ സ സ പാനി നി മാ പ പ സാ നി ര സനി പ മനി പ മരി നീ സരി മാ പ ചഞ്ച. കൊള്ളാം മോളെ, കൊള്ളാം മോളെ. അത് കറക്റ്റ് ആയിട്ട് കിട്ടും മോൾക്ക്. പക്ഷെ ഈ വോയിസിന്റെ പിന്നെ ഈ ഒരു വയ്യായ്മ കൊണ്ട് അത് ചിലപ്പോ എത്തുന്നില്ല. പക്ഷെ എന്നാലും മോൾ നടത്തിയ ശ്രമം അസാധ്യമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ആ ഫീല് ഭാവമല്ലേ, എന്നാലും അത്ര ഹൈ പാടുമ്പം വളരെ ഡിഫിക്കൾട്ടാണ് കൺട്രോൾ കിട്ടാൻ. ഈവൻ ഇഫ് യുവർ വോയിസ് എല്ലാം കറക്റ്റായി ഇരുന്നാലും ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്രത്തോളം പാടി ഞാൻ പാടിപ്പിച്ചത് മോൾക്ക് ഇതൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങനെ പാടി വരുമ്പം ഈ വയ്യായ്മ കൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് യു ഡിഡ് ഓൾമോസ്റ്റ് ഒരു 85-90% ബോധിപ്പിച്ചു കേട്ടോ. താങ്ക് യു മാം. കീപ് ഇറ്റ് അപ്പ് മോൾ. താങ്ക് യു മാം. പെട്ടെന്നൊന്ന് ഈ അസുഖമൊക്കെ മാറട്ടെ. ഓക്കെ, ഗുഡ് ജോബ്. താങ്ക് യു ചേച്ചി. ശരത് സാർ, എന്താ സംഭവിച്ചത്? ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോ പെട്ടെന്ന് ആദ്യം മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തൊണ്ട അടഞ്ഞു. അപ്പം മക്കളെ നോക്കണം കേട്ടോ. ഇത് കാര്യം നമ്മളെ ഒരു രീതിയിൽ കാര്യം അസുഖം വരുന്നത് അങ്ങ് വരികയല്ലേ, അത് നമുക്കത് നോട്ടീസ് തന്നിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പം അത് നോക്കിയിരിക്കുക, നമ്മൾ നമ്മുടെ ശരീരം നോക്കിക്കൊള്ളണം കേട്ടോ. ചുക്ക് കാപ്പിയൊക്കെ ഇട്ട്, അമ്മയ്ക്ക് അറിയാമോ ചുക്ക് കാപ്പിയൊക്കെ ഇടാൻ? അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് ഒരു ചുക്ക് അറിഞ്ഞൂടാന്നോ തോന്നുന്നു? അമ്മയ്ക്കറിയാം. അമ്മ പോയാ? ചുക്ക് അറിഞ്ഞിട്ട് അമ്മ വേണ്ടേ? ഇപ്പൊ വെക്കേഷന് വേണ്ടി വന്നായിരുന്നു, ഇപ്പൊ പോയി പോയി തിരിച്ചു. അല്ല ഇപ്പൊ ആരാ ഉള്ള കൂടെ? അച്ഛൻ. അച്ഛൻ അച്ഛന് ചുക്ക് കാപ്പി ഇട്ടാ ശരിയാകത്തില്ല. അറിയാം. അച്ഛൻ ചുക്കുവാപ്പിട്ട് എന്താ കുഴപ്പം? വേണ്ടടാ, അച്ഛന്മാര് പാവങ്ങളാ. മക്കളെ, എനിക്ക് മോള് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടടാ. ആ കൊച്ചു കൊച്ചു സംഗതികളും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അസുഖമൊക്കെ അത് നമുക്ക് ശരിയാക്കാം, പ്രാർത്ഥിക്കാം കേട്ടോ. ഇനി അസുഖം വരാതിരിക്കട്ടെ കുഞ്ഞിന്. ഇപ്പൊ ആലാപ്പ് അതായിരുന്നു കുറച്ച് ഡാമേജിങ് ആയിട്ടിരുന്ന മോള് പാടിയപ്പോൾ തേർഡ്, അതിപ്പോൾ അനുരാധ പാടിച്ചു മോളെ കൊണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ. മറ്റേ ചെറിയ നീയാണ്, അതുപോലെ സ്ലിപ്പായി പോവുകയും ചെയ്തിട്ടുണ്ട് മോൾക്ക് ആദ്യം പാടുമ്പോൾ. അത് ശരിയായി. പിന്നെ മോളെ ഈ സ്വരങ്ങളും അത് ഒരു കൃത്യതയോടെ കുറച്ചും കൂടെ കൃത്യമാക്കാം കേട്ടോ പാടിപ്പോൾ. ഇപ്പം മോളെ ഇപ്പോൾ ഈ അനു പാടിച്ചില്ലേ മപനീനി, അത് കഴിഞ്ഞിട്ടുള്ള നീസരി, അതൊന്ന് പാടാമോ? അവിടെ വരെ ഉള്ളു. ആ ഗായില് പോയിട്ട് മോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അത്രേ പാടുള്ളൂ ആക്ച്വലി ഇരിയാണെങ്കിൽ. അത് പാട്ടങ്ങ് അവൻ അന്ന് പാടണം. മായില് പിടിച്ചിട്ട് പറയണം കേട്ടോ മോളെ. എന്ന് പാടരുത് കേട്ടോ. കാര്യം അത് ഇതിനകത്തില്ലല്ലോ, ഈ സ്കെയിലില്ലല്ലോ. അത് ഉണ്ടോ? നിജരി എന്നല്ലോളൂ, അതിനത് ഗാന്നില്ല. അപ്പം നമ്മൾ എന്ന് പാടണം കേട്ടോ. എപ്പോഴും ആ ടച്ച് എന്ന് പറഞ്ഞ് കേൾക്കരുത്. അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. അത് പാടാൻ മോളെ താഴെപ്പാട് താഴെപ്പാട്. അതിപ്പോ ഓക്കെ. മോള് മുമ്പ് എന്ന് കേട്ടോണ്ടിരുന്നു. അങ്ങനെ ഒരു ടച്ച് പാടണമെന്ന് എന്ന് പാടാം. അങ്ങനെ വേണമെങ്കിൽ നിർബന്ധമില്ല കേട്ടോ കുഞ്ഞെ. പിടികിട്ടിയോ മക്കളെ? പറഞ്ഞത് മനസ്സിലായോ? താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വേണം. മിസ്റ്റർ ഷാൻ, യു ക്യാൻ. യു ആർ ഡൺ? യാ ഐ ആം ഡൺ. ഓക്കെ. ഓക്കെ ഷാനിക്ക, നമ്മൾ കുറെ നേരമായിട്ട് നോക്കിയിട്ട് ഓഡിയൻസിൽ അമ്മയെ കാണുന്നില്ല.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ പോയി, കാരണം ഇടയ്ക്ക് എപ്പോഴും ഒരു മിന്നായം പോലെ കണ്ടു, ബാക്കി നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നോക്കിയില്ലേ ഷാനിക്ക? ഞാൻ നോക്കുമ്പോ ഇവളെ മാത്രം കാണും. ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റി, ഇവളിത് എവിടെ പോയി? അപ്പൊ നമുക്ക് ഈ കടലാസ് കൊണ്ടുതരുന്ന ഒരു മഹത് വ്യക്തി ഇവിടെ ഉണ്ട്. രേഷ്മ എന്നാണ് പേര്. നമ്മൾ ഗിരിജ എന്ന് വിളിക്കും, വനജ എന്ന് വിളിക്കും, പലതും വിളിക്കും. അവരുടെ യഥാർത്ഥ പേര് രേഷ്മ എന്നാണ്. അപ്പൊ രേഷ്മയോട് ഞാൻ ചോദിക്കാനിടയായി, എവിടെ അമ്മ എവിടെ? അപ്പൊ രേഷ്മ പറഞ്ഞു അമ്മയൊക്കെ ഒട്ടും വയ്യ, പിന്നെ ഇത് മൂക്ക്, തൊണ്ട ഇത്യാദി എല്ലാം പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം തന്നെ മോള് നോട്ട് വെൽ എന്നൊന്ന് എഴുതി വെച്ചു. ഇവിടെ പുറകിൽ ഞാൻ നോട്ട് വെൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. പക്ഷെ മോള് ഉഗ്രനായിട്ട് പാടി മോളെ. ഞാൻ ആകെ ഹമ്മിങ് അതിപ്പം എന്തായാലും പാടിച്ചു മോളെ. പിന്നെ ഈ പറഞ്ഞ ആ ഹൈസിലുള്ള ആ ഒരു പ്ലാൻ, അത് മാത്രമേ എല്ലാവരും സിമിലർ സംഭവങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ അതിനകത്ത് ഒരു നോട്ട് വെല്ലും കൂടെ ഉണ്ട്. കാരണം നേരത്തെ നമ്മുടെ രേഷ്മയും ഇവരൊക്കെ വന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. പക്ഷെ മോള് അങ്ങനെ ഒരു അസുഖം ഉള്ളത് പോലെ ഒന്നും തോന്നിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. മോള് നല്ല ഇങ്ങനത്തെ ഒരു പാട്ട് മോള് ഫുൾ ധൈര്യത്തിൽ തന്നെയാണ് വന്ന് പാടിയത്. അതിന് വലിയൊരു കയ്യടി ഉണ്ട് മോൾക്ക് കേട്ടോ. അത് മാം പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഈ പാട്ട് ഇവിടെ വന്ന് പാടിയിട്ടേ പോണുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് ഹാറ്റ്സ് ഓഫ്, അതിന് ഹാറ്റ്സ് ഓഫ്. എന്തായാലും നന്നായിട്ട് തന്നെ പാടി. ആരൊക്കെയാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ പറയൂ. കൈതപ്രം തിരുമേനി ലിറിക്സ് എഴുതി, പാടിയത് ചിത്രാമ്മ, മോഹൻ സിത്താര സാറ് മ്യൂസിക് ചെയ്തു. സിനിമ ഇഷ്ടം 2002. ഇനി എന്തെങ്കിലും വേണോ? ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ആദിത്യനോട് ചോദിച്ചോളാം. അപ്പൊ അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആകെ പ്രശ്നം തോന്നിയത് ആ ഹമ്മിങ്, പിന്നെ മറ്റേ പ്ലാൻസ്, മറ്റേ ഹൈസിൽ പാടിച്ചത്. അതർവൈസ് ഇറ്റ്സ് നൈസ് കേട്ടോ. ഡോണ്ട് വറി കേട്ടോ, സേഫാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഞാനത് മൊത്തം കൊണ്ടുപോയി കുഴിയിലിട്ടു എന്നൊന്നും വിചാരിക്കണ്ട. നന്നായിട്ട് തന്നെയാ പാടിയത്. ഓക്കെ, ഇനി ചോദിക്കാം. ഇപ്പൊ സങ്കടമൊക്കെ മാറിയില്ലേ ശരത് സാർ? 8.5 മാർക്ക്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8.5. സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.